വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങി. 101-ാമത്തെ വയസ്സിലാണ് വി എസിൻ്റെ വിയോഗം. ഒരു നൂറ്റാണ്ട് നീണ്ട അപൂർവതകൾ നിറഞ്ഞ തുല്യതയില്ലാത്ത രാഷ്ട്രീയ ജീവിതത്തിൻ്റെ, പോരാട്ട ജീവിതത്തിൻ്റെ, സമര ജീവിതത്തിൻ്റെ ഒടുക്കവും കൂടിയാണ്. ഏതെല്ലാം നിലക്കാണ് വി എസിനെ രാഷ്ട്രീയ കേരളം ഓർത്തു വെക്കേണ്ടത് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു ഉത്തരമില്ല. പാർട്ടിക്കകത്തും പുറത്തും അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ, പരിസ്ഥിതിക്ക് വേണ്ടി നടത്തിയ ഹരിതരാഷ്ട്രീയം, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ വേണ്ടി നടത്തിയ പോരാട്ടം, ആ നിലക്ക് പലതരത്തിൽ വി എസിനെ ഏതർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യണം എന്ന് പെട്ടെന്നൊരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടാകുന്ന തരത്തിൽ ഒരു നൂറ്റാണ്ട് നീണ്ട അത്യപൂർവ ജീവിതമാണ്. അപ്പോൾ വി എസിനെ എങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തണം, എങ്ങനെ വി എസിനെ വിലയിരുത്തണം എന്നതുകൂടിയാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ദാവൂദ് സാഹിബ്, വി എസിനെ പല നിലക്ക് ഓർക്കാനുണ്ടാകും മലയാളിക്ക്. മൊത്തത്തിൽ എന്തായിരുന്നു വി എസ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? സൈഫ്, ഇതിലൊരു പ്രശ്നം വെച്ചാൽ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ഒരു സാധാരണക്കാരനായ ഒരാൾ 101 വർഷം ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെക്കുറിച്ച് നമുക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ടാവും. ഇപ്പോൾ വി എസ് എന്ന് പറയുന്ന ആൾ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അതിൻ്റെ നാൽക്കവലയിൽ അങ്ങേയറ്റം ചടുല സാന്നിധ്യമായിട്ട് ശബ്ദമുഖരിതമായി ജീവിച്ചൊരു മനുഷ്യനാണ്. അപ്പം അങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും കാലം നമുക്കിടയിൽ ജീവിച്ച് മറഞ്ഞു പോകുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ എന്താണ് സംസാരിക്കുക എന്ന് ചോദിച്ചാൽ, ഇങ്ങനൊരു ഷോയിൽ ഒരു നിർണിത സമയത്തിനുള്ളിൽ സംസാരിക്കുന്നതിൽ വലിയ പരിമിതിയുണ്ട്. നമ്മൾ എത്ര തന്നെ സംസാരിച്ചാലും ആ സംസാരം പൂർണ്ണമായൊരു സംസാരമാവില്ല. ആ ജീവിതം, അദ്ദേഹം സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, അതിൻ്റെ ആഘാതങ്ങൾ, അത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റുകൾ, അതേക്കുറിച്ചുള്ള ഒരു അതിൻ്റെ അരികിലൂടെ സഞ്ചരിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ വി എസ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു വി എസ് എന്ന് ചോദിച്ചാൽ പലതും പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലേറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു സംഗതി സമരം എന്നുള്ളത് തന്നെയായിരിക്കും. നമ്മൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ എടുത്തു നോക്കിയാൽ അദ്ദേഹം ഒരു സ്ഥാനത്ത് ഏറ്റവും അധികം നിന്നിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്താണ്. 14 വർഷമാണ് പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹം ഔദ്യോഗികമായി പ്രതിപക്ഷ നേതാവായിട്ട് ഉണ്ടായിരുന്നത്, 3 ടേമിലായിട്ട്. അപ്പോൾ 14 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി എന്താണത്, സമരം ചെയ്യേണ്ട ഒരാളാണ്. അപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം നിന്നിട്ടുള്ള ഒരു പദവി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കാണ്. ഇനി അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ റോൾ എന്തായിരുന്നു? ഒരർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സമൂഹത്തിൽ ഇടപെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പോൾ അദ്ദേഹം CPIM നേതാവ് എന്നുള്ള നിലക്കാണല്ലോ അദ്ദേഹം വിടവാങ്ങുന്നത്. CPIM എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്? അതും ഒരർത്ഥത്തിൽ ഒരു ഉൾപാർട്ടി സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ട പാർട്ടിയാണ്. 1964 കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് കുറേ അധികം സഖാക്കൾ. അപ്പോൾ അതും ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പോൾ സമര പോരാളിയായ വി എസ് എന്നതായിരിക്കും വി എസിനെ കുറിച്ചിട്ടുള്ള ആലോചനയിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത്. മലയാളികൾ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്നു ഒരു ഭരണാധികാരിയായ വി എസിനേക്കാൾ, അല്ലെങ്കിൽ ഒരു പാർട്ടി സംഘാടകനായ വി എസിനേക്കാൾ മലയാളി സ്വീകരിച്ചിട്ടുണ്ടാകുക ഒരു സമര പോരാളി എന്ന വി എസ് എന്നുള്ളതായിരിക്കും. അത് CPIMൻ്റെ കേഡർമാരും അല്ലെങ്കിൽ അതിൻ്റെ അനുഭാവികളും മാത്രമല്ല, പൊതു മലയാളിയെ സംബന്ധിച്ചിടത്തോളം വി എസ് എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ വരുന്ന ഒരു ഇമേജ്, ഒരു ദൃശ്യം എന്ന് പറയുന്നത് സമരനായകനായിട്ടുള്ള വി എസ് എന്നുള്ളതാണ്. അത് ആ നിലക്ക് അവർ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മനസ്സങ്ങനെ സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, പൊതുവെ സാമാന്യമായിട്ട് സാധാരണക്കാരായ ആളുകൾ അവർ അനീതിയോട് വിയോജിപ്പുള്ള ആളുകളായിരിക്കും. നാട്ടിൽ കുഴപ്പമുണ്ടാകുന്നു, പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പലതരം വേണ്ടാത്തരങ്ങൾ നടക്കുന്നു. അതിനോട് ഉള്ളിൽ പ്രതിഷേധം കാത്തു സൂക്ഷിക്കുന്ന മനസ്സായിരിക്കും മിക്ക ആളുകൾക്കും. പക്ഷേ അതേസമയം അവർക്ക് അതിനെതിരെ സമരം ചെയ്യാനോ, അതിനെതിരെ എന്തെങ്കിലും ചെയ്യാനോ, അതിനെതിരെ സംസാരിക്കാനോ എന്നുള്ള സാവകാശമോ അതിനുള്ള സൗകര്യമോ അതിനുള്ള ബലമോ ഉണ്ടാവില്ല. അപ്പോൾ അവർ വി എസിനെ കാണുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരാൾ, ഞങ്ങളുടെ ഒരു പ്രതിപുരുഷനായി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന, ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയുന്ന, ഞങ്ങൾ എന്തിനെതിരെയൊക്കെ സമരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ അതൊക്കെ ഏറ്റെടുത്ത് സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാട്രിയാർക്ക്, ഒരു കാരണവർ, ഒരു വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് ആണ് മലയാളി അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പാർട്ടിയുടെ സാധാരണഗതിയിലുള്ള പാർട്ടി ഘടനയ്ക്ക് അപ്പുറത്തുമുള്ള വലിയ സ്വീകാര്യത, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്കായിരിക്കും അദ്ദേഹം സ്വീകരിക്കപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്.
അപ്പം അത് പിന്നെയുള്ളത് നമ്മൾ സാമാന്യമായി പറഞ്ഞാൽ ഒരു ഇടതുപക്ഷ സമൂഹമാണ്. ഇടതുപക്ഷ സമൂഹത്തിൽ അതിനുണ്ടാകുന്ന പല പ്രത്യേകതകളിലൊന്ന് നെഗറ്റീവ് ഐഡിയലിസം എന്ന് പറയുന്നത് എന്താണ്, നിഷേധാത്മക ആദർശബോധം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവും. അതിൽ പല പല കാര്യങ്ങൾക്കും എതിരായിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ നടത്തുന്ന ചില പ്രയോഗങ്ങളുണ്ടല്ലോ. അപ്പം ഭൂമാഫിയ, ഒരു ഭൂമി കച്ചവടത്തെക്കുറിച്ച് ഭൂമാഫിയ എന്ന് പ്രയോഗിക്കും. അല്ലെങ്കിൽ ആകാശവും ഭൂമിയുമെല്ലാം വിൽപ്പനച്ചരക്കാക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള പല പ്രയോഗങ്ങളും നമുക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഈ വിൽപ്പനച്ചരക്ക് എന്നൊരു പ്രയോഗം വരുന്നത് എങ്ങനെയാണ്? വിൽപ്പന എന്ന് പറഞ്ഞത് ഒരു മോശം കാര്യമല്ലല്ലോ. വിൽപ്പന, കച്ചവടം എന്നൊക്കെ പറയുന്നത് അതിലൂടെയാണ് മനുഷ്യ സമൂഹം ഇവിടം വരെ സഞ്ചരിച്ചെത്തിയത്. പക്ഷേ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് പല പുതിയ കാര്യങ്ങളും പുതിയ ഡെവലപ്മെൻറ്റ്സുകളും അതിൽ കുഴപ്പങ്ങളുണ്ട്, അതെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു നെഗറ്റീവ് ഐഡിയലിസത്തിൻ്റെ ഒരു മനോഘടന സാമാന്യമായി മലയാളി സൂക്ഷിക്കുന്നുണ്ട്. അത് പൊതുവെ ഇടതുപക്ഷാഭിമുഖ്യമുള്ള സമൂഹങ്ങൾ ഉണ്ടാകുന്നൊരു സംഗതിയാണ്. ആ ഒരു സംഗതിയെ ശരിയാം വിധം ഉപയോഗിച്ച രാഷ്ട്രീയക്കാരൻ കൂടിയാണ് VS. അതും അദ്ദേഹത്തെ സ്വീകാര്യനാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടുണ്ട്. അതിൽ നമ്മൾ കാണേണ്ട കാര്യം, VS ഒരു പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത്, ഏറ്റവും അധികം ഈ മാധ്യമ പരിഗണനയിൽ ഒരു പ്രൈം ടൈം ഫിഗർ ആയി മാറുന്നത് എപ്പോഴാണ്? ഉൾപാർട്ടി CPM-നകത്തുള്ള വിഭാഗീയതയുടെ ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പം ഞാനും നൗഫലൊക്കെ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുന്ന സമയം തന്നെ അന്നത്തെ റോയൽ ബീറ്റ് എന്താണ്? CPM ആണ്. അന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ജേർണലിസ്റ്റ് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ ഉൾപാർട്ടി പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സ്കൂപ്പുകൾ, പുതിയ എക്സ്ക്ലൂസീവുകൾ ആരൊക്കെയാണ്, പുതിയ ബ്രേക്കിങ്ങൾ ആരൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അന്നത്തെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അതിലേറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും പ്രസ്റ്റീജ് ആയിട്ടുള്ളൊരു ഏരിയ അതാണ്. CPM ബീറ്റ് ചെയ്യുക, അതിൽ തന്നെ ഈ വകയിലുള്ള ബാലാനന്ദൻ റിപ്പോർട്ട്, എന്തൊക്കെയായിരുന്നു, SNC ലാവിൻ, അങ്ങനെ കുറേ സംഗതികളുണ്ട്. പിന്നെ നാലാം ലോക സിദ്ധാന്തം, റിച്ചാർഡ് ഫ്രാങ്കി എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലെങ്ങാണ്ടുള്ള ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ട് ചാരപ്രവർത്തനം നടത്തി. ജനകീയാസൂത്രണം, ചാരപ്രവർത്തനം, അതിൻ്റെ ബഹളം, ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെതിരെ, ഇങ്ങനെ ഒരു ബഹളമയമായൊരു കാലമായിരുന്നു. അപ്പം അന്ന് മാധ്യമങ്ങളിൽ പ്രൈം ടൈം ഏറ്റവും കൂടുതൽ എടുത്ത ഒരാളാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VS ആണ്, ഒരു സംശയമില്ല. VS-ഉം പിണറായിയാണ്, പക്ഷെ VS-നാണ് കൂടുതൽ കിട്ടുക. അന്ന് മാധ്യമങ്ങൾ പൊതുവെ ഉണ്ടാക്കിയിട്ടുള്ള എന്താ പറയുക, ഒരു കഥാസന്ദർഭമെന്നോ എന്താ പറയുക, ഒരു സംഗതിയുണ്ട്, ഒരു നറേറ്റീവ്. VS എന്ന് പറയുന്ന ഒരു നന്മയുടെ ബിംബവും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു തിന്മയുടെ ബിംബവും തമ്മിലുള്ളൊരു സംഘർഷം, അതിൻ്റെ ഓരോ സംഗതികൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണല്ലോ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ഈ ടെലിവിഷൻ, അന്ന് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഇന്നത്തെ പോലെ ആക്റ്റീവായിട്ടില്ല. ടെലിവിഷൻ, ഈ 24/7 ടെലിവിഷൻ സ്ട്രീമിംഗ് ശക്തമായൊരു സമയമാണ്. അപ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള ശ്രദ്ധ അദ്ദേഹം പിടിച്ചു വരുന്നു. കുറേ പുതിയ പദാവലികൾ ആ കാലം കേരളത്തിൽ നൽകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു പദാവലിയാണ് മീഡിയ സിൻഡിക്കേറ്റ്സ് എന്ന് പറയുന്നത്. പിണറായി വിജയനാണ് അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യം VS എന്ന് പറയുന്ന ഒരു പേഴ്സണായി, ആ ഒരു പേഴ്സണാലിറ്റി കൾട്ടിനെ കേരളത്തിൽ ഫോം ചെയ്യുന്നതിൽ ആ വിഭാഗീയതയുടെ കാലം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നൊക്കെ ചോദിക്കുന്നത് വളരെ കൗതുകകരമായുള്ള കാര്യമാണ്. അപ്പോൾ VS-നെ കുറിച്ച് സാമാന്യമായിട്ട് ആളുകൾ പറയുക എന്താണ്, മാർക്സിസ്റ്റ് കാർക്കശ്യം എന്ന് പറയും. മാർക്സിയൻ കാർക്കശ്യത്തിൻ്റെ ആളാണ്, മാർക്സിയൻ ഷാഠ്യങ്ങളുടെ ആളാണെന്ന് പറയും. അത് പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് VS സാമാന്യമായി ഏറ്റെടുത്തിരിക്കുന്ന വിഷയങ്ങൾ എന്താണ്? സാധാരണഗതിയിൽ CPM പോലെയുള്ളൊരു സംഘടന, ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി നമ്മുടെ നാട്ടിൽ ഏറ്റെടുക്കാത്ത സ്വഭാവത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ, സ്ത്രീ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ശാഠ്യക്കാരനാണ്, ഒരു സ്റ്റാലിനിസ്റ്റ് രാഷ്ട്രീയക്കാരനാണെന്ന് പറയുമ്പോൾ തന്നെ ഈ മാർക്സിസ്റ്റ് സ്റ്റാലിനിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം എന്താണ്? സംഘടന, പാർട്ടി സംഘടന എന്നുള്ളതാണ്. പാർട്ടി സംഘടന, അതിൻ്റെ ഘടന, അതിൻ്റെ ചിട്ടവട്ടങ്ങൾ. അപ്പോൾ അതിൻ്റെ ഘടനയും ചിട്ടവട്ടങ്ങളെയും മറികടന്ന് സഞ്ചരിച്ച ആളാണ് VS. അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സ്റ്റാലിനിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ശാഠ്യക്കാരെന്ന് പറയുന്നത്. എപ്പോഴും പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾക്കപ്പുറം സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ്. അതെങ്ങനെയാണ് ഈ മാർക്സിസ്റ്റ് ശാഠ്യക്കാരന് സാധിക്കില്ല. അപ്പം പിണറായി വിജയൻ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ്?
പാർട്ടി സംഘടന, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് തത്വങ്ങൾ, സംഘടനാ തത്വങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാലം എനിക്ക് തോന്നുന്നത്, ആ ഒരു കാലം എന്ന് പറഞ്ഞാൽ വി എസ് എന്ന് പറയുന്ന ഒരു പബ്ലിക് പേഴ്സണാലിറ്റിയെ ഫോം ചെയ്യുന്നതിൽ മാത്രമല്ല, പിണറായി വിജയൻ എന്ന് പറയുന്ന സംഘാടകനെയും നേതാവിനെയും ഫോം ചെയ്യുന്നതിൽ ഒരു കാലം വലിയ പങ്കുവഹിച്ചെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പിണറായി വിജയൻ അന്ന് അനുഭവിച്ചിട്ടുള്ള സംഗതികൾ നമ്മൾ കാണണം. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ്, ഒരു മനുഷ്യനിങ്ങനെ സഞ്ചരിക്കുകയാണ്, അയാൾ ഭയങ്കരമായിട്ട് ജനങ്ങളെ അപ്പീൽ ചെയ്യുന്നു, അതേസമയം പാർട്ടിയുടെ ചിട്ടവട്ടങ്ങൾക്ക് പുറത്തേക്ക് പോകുന്നു. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഔട്ട് ഓഫ് പേഴ്സൺ, ചെവിയിൽ ഇറുമ്പ് കയറുന്ന അവസ്ഥയാണത്. ചെവിയിൽ ഇറുമ്പ് കയറിയാൽ അത് സൃഷ്ടിക്കുന്ന ഇരമ്പ എന്തായിരിക്കും, ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അത് നാട്ടുകാരറിയും. ആ പുറത്തുള്ള ഒരാൾക്ക് ആ ഇരമ്പം, ആ മുഴക്കവും അതിൻ്റെ ഇടങ്ങേറും ചൊറിച്ചിലും അസ്വസ്ഥതയും മനസ്സിലാവില്ല. ഇനി ഇങ്ങനെയൊക്കെ അസ്വസ്ഥതയും കുഴപ്പവും അലമ്പും ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് ചെവി കുത്തിപ്പിടിക്കാൻ പറ്റും. നമ്മൾ കമ്പെടുത്ത് തോണ്ടിക്കഴിഞ്ഞാൽ എന്നാൽ പറ്റുക, ചെവി പൊട്ടിപ്പോകും. നിസ്സഹായമായൊരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലൂടെ പാർട്ടിയെ കൊണ്ടുപോയ ഒരാളാണ് പിണറായി വിജയൻ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവിൻ്റെ ബലം, അദ്ദേഹത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി, അതിനെ ശക്തിപ്പെടുത്തുന്നതിലും വലിയ പങ്കാക്കാലം വഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഒരു ഭാഗത്ത് വി എസ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടി കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. അല്ലാതെ ഒരു വേറെ നിലക്ക് നോക്കുമ്പോൾ അത് പ്രശ്നങ്ങളല്ല, അത് എന്താണ് വലിയ നൈതികമായ പോരാട്ടമായിട്ട് ഒരാൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അപ്പം ആ ഒരു യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഘർഷം ആവശ്യമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മികച്ച നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മികച്ച അഖിലേന്ത്യാ നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ പോകുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രശ്നങ്ങളുടെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് അതിനകത്ത് അധികാരത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും അത് പങ്കിട്ടെടുക്കലിൻ്റെയൊക്കെ ഒരു ചെറിയ എലമെൻ്റ് അതിനകത്തുണ്ടാവും. അതേക്കാൾ കൂടുതൽ ആ ഒരു കാലം എന്ന് പറയുന്ന ഒരു ട്രാൻസിഷണൽ പീരീഡാണ്, ഒരു സംക്രമണ കാലം എന്ന് പറയും. എന്നുവെച്ചാൽ നമുക്കൊരു പഴയ പരമ്പരാഗതമായ രീതിയാണ്, പ്രത്യേകിച്ച് CPM ഒക്കെ പുലർത്തിപ്പോയിരുന്ന. ഇപ്പോൾ ട്രാക്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്ത പാരമ്പര്യം അവർക്കുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? തൊഴിലാളികൾ, അധ്വാനം, ഇങ്ങനെയൊക്കെയുള്ള പരമ്പരാഗത കാഴ്ചപ്പാടിൽ നിന്നാണ്. അപ്പോൾ ഈ പറയുന്ന സംഘർഷം, പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആവുന്നു, VS പ്രതിപക്ഷ നേതാവുന്നു, ഈ ഉൾപാർട്ടി സമരങ്ങൾ അല്ലെങ്കിൽ വിഭാഗീയത നടക്കുന്ന ആ കാലം എന്ന് പറയുന്നത് പല നിലക്കുള്ള പുതിയ പ്രവണതകൾ, പ്രത്യേകിച്ച് ഈ ആഗോളവൽക്കരണാനന്തരം ഉണ്ടായിട്ടുള്ള പല പുതിയ പ്രവണതകളും സമൂഹത്തിലും സമ്പദ്ഘടനയിലൊക്കെ വന്നിട്ടുള്ളൊരു കാലമാണ്. അപ്പം അങ്ങനൊരു കാലത്ത് ഈ പാർട്ടിയുടെ നയങ്ങൾ, പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന നയങ്ങൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പം നാലാം ലോകവാദം നമുക്ക് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന വളരെ സജീവം, നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഏറ്റവും സക്രിയമായി ഇടപെട്ടുകൊണ്ടിരുന്ന പ്രസ്ഥാനം അന്ന് അതിഭയങ്കരമായ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നില്ലേ. നമുക്ക് ആ വിവാദത്തിന് ശേഷം പരിഷത്ത് എന്ന് പറയുന്ന സംഘടന തന്നെ അതിൻ്റെ ഒരു സജീവത തന്നെ നഷ്ടപ്പെട്ടു പോയി. റിച്ചാർഡ് ഫ്രാങ്കി വിഭവ ഭൂപടം ഇതാക്കിയിട്ട് നമ്മുടെ റിസോഴ്സുകളെക്കുറിച്ചുള്ള ഡേറ്റ മുഴുവൻ അവന്മാർ കൊണ്ടുപോവാണ് എന്നൊക്കെ പറഞ്ഞ് ജനകീയാസൂത്രണം പ്രശ്നം, DPEP പ്രശ്നം, പിന്നെ ജലനിധി പ്രശ്നം, ADB പ്രശ്നം, ഹൈവേ പ്രശ്നം, ഇതിൻ്റെ രണ്ട് കാഴ്ചപ്പാടുകളുടെ സംഘർഷം അതിനകത്തുണ്ട്. ഇപ്പോൾ ഹൈവേയുടെ കാര്യത്തിൽ പിണറായി വിജയൻ മുന്നോട്ടാണ് നോക്കിയത്, VS അച്യുതാനന്ദൻ പിറകോട്ടാണ് നോക്കിയത്. VS അച്യുതാനന്ദൻ പിറകോട്ടാണ് നോക്കിയതെന്നതിനേക്കാൾ അദ്ദേഹം ഇത് വീതി കൂട്ടുമ്പോൾ കുടിയൊഴിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന വീടുകളെക്കുറിച്ച്, കെട്ടിടങ്ങളെക്കുറിച്ചാണ് ആലോചിച്ചത്. പിണറായി വിജയൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ചാണ്, ഭാവിയെക്കുറിച്ചാണ്, ഭാവിയിൽ വരാനിരിക്കുന്ന വാഹന പെരുപ്പത്തെക്കുറിച്ചാണ്, ഇൻഫ്രാസ്ട്രക്ചറും ഡെവലപ്മെൻറ്റും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിച്ചത്. അപ്പോൾ രണ്ട് പക്ഷവും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരുടെ മുന്നോട്ട് പോക്ക് തന്നെയാണ്, അല്ലെങ്കിൽ മനുഷ്യസ്നേഹം തന്നെയാണ്. പക്ഷെ അതേസമയം എങ്ങനെ അത് സാധ്യമാവും? നമ്മുടെ പഴയ സാമ്പ്രദായികമായ രീതികളാണോ, അല്ല മുന്നോട്ട് നോക്കി ഒരു തലമുറയെ അധികം മുന്നോട്ട് നോക്കി പോകണമെന്ന് ചോദിച്ചാൽ അത് നമ്മളൊരു സംഘർഷമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു പഴയൊരു രീതികളും പുതിയ രീതികളും അത് തമ്മിൽ അതിൻ്റെ ഒരു സംക്രമണ കാലത്തുണ്ടായിട്ടുള്ള ട്രാൻസിഷണൽ പീരീഡിലുണ്ടായിട്ടുള്ള സംഘർഷമാണ്. അതിൽ
ഒരു പൈശാചിക പക്ഷത്ത്, ഒരാളൊരു പ്രവാചക പക്ഷത്ത് എന്നുള്ള നിലയിലുള്ള ഒരു നറേറ്റീവ് മാധ്യമങ്ങൾ ഉണ്ടാക്കിയാണ്. ഞാൻ വ്യക്തിപരമായി ആ ഒരു സംഘർഷ കാലത്ത് പിണറായി വിജയനായിരുന്നു ശരിയെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അതേസമയം VS അച്യുതാനന്ദൻ എന്തോ ഒരു തെറ്റായ ലക്ഷ്യത്തോടു കൂടി മുങ്ങിയ ആളല്ല. അദ്ദേഹം നൈതികതയാണ് അദ്ദേഹത്തെ നയിച്ചത്. സാധാരണക്കാരായ മനുഷ്യരുടെ പ്രയാസങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ആ സംഘർഷം വേണ്ടതായിരുന്നു അല്ലേന്ന് ചോദിച്ചാൽ ഇന്ന് നോക്കുമ്പോൾ ഇന്നിപ്പോൾ പിരപ്പങ്കോട് മുരളി CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗമായിരുന്ന ആളാണ്. അദ്ദേഹം VSനെ അനുസ്മരിച്ചുകൊണ്ട് മനോരമയിൽ എഴുതിയ ലേഖനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കുറേ കാലമായി കേൾക്കുന്നൊരു സംഗതി ഉണ്ടല്ലോ, അതിനെ സാധൂകരിച്ചു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് VSന് കൊടുക്കണം എന്ന് M. സ്വരാജ് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇത്രയും ജൂനിയറായൊരു നേതാവ്, സ്വരാജിനെ പോലെ ഒരു നേതാവ് ഇത്രയും സീനിയറായ VS അച്യുതാനന്ദനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു പ്രചാരണം നേരത്തെ ഉണ്ടായിരുന്നു. M. സ്വരാജ് നിഷേധിക്കാറായിരുന്നു. പക്ഷേ ഇന്ന് പിരപ്പങ്കോട് മുരളി അതിനെ സ്ഥിരീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും കലുഷമായിരുന്നു ആ കാലം എന്നാണത് കാണിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നോക്കൂ, VS ആ പാർട്ടി വിട്ടുപോകുന്നില്ല. ഇതിനേക്കാൾ ചെറിയ കാലുഷ്യങ്ങളുണ്ടായ സമയത്ത് പലരും പാർട്ടി വിട്ടുപോവുകയും പുതിയ പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൗരി അമ്മ പുറത്തു പോയി പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. MV രാഘവൻ പുറത്തു പോയി പുതിയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. VS ഒരിക്കലും പാർട്ടി വിട്ടുപോയിട്ടില്ല. അദ്ദേഹം പാർട്ടി പോകും എന്ന് പലപ്പോഴും പലരും ധരിച്ചിരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം എന്താണ് അവസാനം പൂച്ചയെ എങ്ങനെ അറിഞ്ഞാലും നാലുകാലിൽ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം പാർട്ടിക്കാരനായിട്ട് തന്നെയാണെന്നത്. അങ്ങനെ ഞാൻ ഈ പാർട്ടി വിട്ടുപോകില്ല. ഇപ്പോൾ പാർട്ടി വിട്ടുപോയ TP ചന്ദ്രശേഖരൻ അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയായിരുന്നു. പക്ഷേ അപ്പോഴും അങ്ങനെ ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഏതെങ്കിലും കാൽപ്പനിക, അതുകൊണ്ട് ഒരു വിപ്ലവകാരിയായിരിക്കുമ്പോഴും ഒരു പോരാളിയായിരിക്കുമ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള കാൽപ്പനിക സാഹസങ്ങളിലേക്ക് VS കടന്നിട്ടില്ല. അദ്ദേഹം പ്രായോഗികമായിട്ട് തന്നെയാണ് പോയത്. പാർട്ടിക്കകത്ത് തന്നെയാണ് അദ്ദേഹം ശരിയെന്ന് കരുതുന്ന ഒരു ഫൈറ്റ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന, അകത്തും പുറത്തും ഫൈറ്റ് ചെയ്യുന്ന ഒരാൾ, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും വലിയ താരപരിവേഷം ലഭിക്കും. അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള ആദരവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വന്നുപോയ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ. ഇപ്പം കേരളം 20 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള പരാമർശം, മലപ്പുറത്തെ കോപ്പിയടിയുമായി ബന്ധപ്പെട്ട പരാമർശം. അപ്പോൾ അദ്ദേഹം ഒരു ഇസ്ലാമോഫോബായിരുന്നു, അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനായിരുന്നു എന്നുള്ള നിലക്കുള്ള പ്രചാരണം, അത് അദ്ദേഹത്തിൻ്റെ ഒരു ദുര്യോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു നിലക്കും പറയാൻ പറ്റില്ല. പക്ഷെ അതേസമയം അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, ഇപ്പോൾ ഈ പറയുന്ന 20 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാകാൻ പോകുന്നു, അത് പാർട്ടി വിശദീകരിക്കുന്നതിന് പാർട്ടി പ്രവർത്തകർ, ഇപ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇപ്പോൾ വിശദീകരിക്കുന്നതും NDFനെ അല്ലെങ്കിൽ PFIയിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ നോക്കൂ, അത് ശരിയായിരിക്കും. പക്ഷെ അതേസമയം VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും സീനിയറായ ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡർ. നോക്കുക, അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള റെഫറൻസ് എന്താണ്? 4 ദിവസം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ ഇദ്ദേഹത്തെ ഉദ്ധരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? വെള്ളാപ്പള്ളിയുടെ ഒരു വിഷലിപ്തമായ പ്രചാരണത്തെ സാധൂകരിക്കാൻ വേണ്ടി, അതിനെ എൻഡോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വെള്ളാപ്പള്ളി അദ്ദേഹത്തിൻ്റെ വിദ്വേഷപ്രയോഗം നടത്തുന്നത് ആരെ കോട്ട് ചെയ്തുകൊണ്ടാണ്? VSനെ കോട്ട് ചെയ്തുകൊണ്ടാണ്. വെള്ളാപ്പള്ളി അങ്ങനെ പ്രസംഗിച്ചിട്ട് തൊട്ടടുത്ത ദിവസം ഇതേ വെള്ളാപ്പള്ളിയുടെ വേദിയിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മന്ത്രി വാസവനുണ്ട്. തലേ ദിവസം VS അച്യുതാനന്ദനെ കോട്ട് ചെയ്തുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അത് ശരിയല്ല, VS അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വാസവൻ അവിടെ പറയാമായിരുന്നല്ലോ. വാസവനത് പറയുന്നില്ലെന്ന് മാത്രമല്ല, വാസവൻ എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്ന് പറയുന്ന മഹാനാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ വിദ്വേഷ പ്രചാരകർക്ക് VS വിദ്വേഷം ഉദ്ദേശിച്ചിട്ടില്ല, VS മുസ്ലിം വിരുദ്ധനല്ല, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഇന്ത്യയിലെ വിദ്വേഷ പ്രചാരകർക്ക് ആയുധമാക്കാൻ കഴിയുന്ന ഉരുപ്പടികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും മാരകമായ പ്രഹരശേഷിയുള്ള ഒരു ഹെയ്റ്റ് മെറ്റീരിയൽ എന്ന് വിളിക്കാവുന്ന സാധനമാണ് കേരള സ്റ്റോറിയിൽ
എന്താണ് അതിൻ്റെ ഓപ്പണിംഗ് ആയിട്ട് ഉപയോഗിച്ചത്? ഇതേ VSൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അവരുടെ ട്രെയിലറിൽ അവർ ഉപയോഗിച്ചു. സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ മറ്റേ NBFCയുടെ നിർദ്ദേശത്തോടെ മാറ്റി. യോഗി ആദിത്യനാഥ് അദ്ദേഹം ഇലക്ഷൻ പ്രചാരണങ്ങളിൽ എന്താണ് ഉപയോഗിച്ചത്? അപ്പോൾ VSനെ പോലുള്ള സമാരാധ്യനായിട്ടുള്ള അങ്ങേയറ്റം സെക്യുലറായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ലീഡറുടെ ഒരു പ്രസ്താവന ഇന്ത്യയിലെ വിദ്വേഷ പ്രചാരകർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊപ്പഗാൻഡ മെറ്റീരിയലായി ഉപയോഗിക്കാൻ പറ്റി എന്നുള്ളത് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു ദുര്യോഗം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് മലപ്പുറത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പം കാഴ്ചപ്പാടുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ അഹമ്മദിനെ കേന്ദ്രമന്ത്രിയാക്കിയപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട് വർഗീയ സംഘടനകളെ, വർഗീയവാദികളെ UPA എന്നുവെച്ചാൽ ലെഫ്റ്റിൻ്റെ കൂടെ പിന്തുണയുള്ള ഗവൺമെൻറ്റാണ്. അന്ന് ശക്തമായി അതിനെതിരെ VS രംഗത്ത് വന്നു. ഇന്ന് ആ പൊസിഷൻ CPMന് മുസ്ലിം ലീഗിനോടുണ്ടോ? ഇല്ലല്ലോ. പൊന്നാനിയിൽ അബ്ദുൽ നാസർ മദനിയുമായി പിണറായി വിജയൻ വേദി പങ്കിടുന്നു. അതിനെതിരെ അദ്ദേഹം എടുത്ത നിലപാട്. പക്ഷേ ഇന്ന് നോക്കൂ, നിലമ്പൂരിലെത്തുമ്പോൾ ഇതേ PDP-യെക്കുറിച്ച് CPM നേതാക്കൾ എന്താണ് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം. ഇപ്പോൾ പ്രത്യേകിച്ച് സ്വത്വവാദ രാഷ്ട്രീയ പാർട്ടികളോടുള്ള VS എടുത്ത നിലപാടും ഈ പിണറായി ക്യാമ്പ് എടുത്ത നിലപാടും നമ്മളൊരു വ്യത്യാസം അതിനകത്തുണ്ടാവും. അതിൽ തീർച്ചയായും പരമ്പരാഗത നിലപാട് അതിശക്തമായി ഉയർത്തിപ്പിടിച്ച ആളാണ് VS. പക്ഷെ അതേസമയം VS ഏതെങ്കിലും നിലക്കൊരു മുസ്ലിം വിരുദ്ധനാണ്. അപ്പം തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് എന്നുള്ള നിലക്ക് മലബാറിലുള്ള നേതാക്കളെപ്പോലെ ഒരു മുസ്ലിം എൻഗേജ്മെൻറ്റിൻ്റെ കുറവൊക്കെ അദ്ദേഹത്തിനുണ്ടാകും. പക്ഷേ അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു എന്ന് തീർപ്പിലെത്തുന്നത് ശരിയായില്ല. പക്ഷേ അതേസമയം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ ഹിന്ദുത്വ വലതുപക്ഷം ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊപ്പഗൻഡ മെറ്റീരിയലായി അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെ വിജയകരമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതങ്ങനെയല്ല, അത് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെയല്ല, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല VS ചെയ്തത് എന്ന് വിശദീകരിക്കാനും അത് ജനങ്ങളോട് പറയുവാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ടായിരുന്നു. VSും അത് ചെയ്യണമായിരുന്നു. പക്ഷെ അത് ആ ഒരു അളവിൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ VSൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അത് ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപമായ അന്തരീക്ഷത്തിൽ നിലനിൽക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതം, പ്രത്യേകിച്ച് 101 വർഷം ജീവിച്ച ഒരു നേതാവിൻ്റെ ജീവിതം ഒരു പ്രസ്താവനയിൽ ചുരുക്കി എഴുതാൻ പറ്റില്ല. ഇല്ല, 1-2 പ്രസ്താവന ചുരുക്കി എഴുതാൻ പറ്റില്ല. അപ്പോൾ VSനെ നിങ്ങൾ ഈ 1-2 പ്രസ്താവനയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ അത് എന്നാണ് ഒരു മനുഷ്യനെക്കുറിച്ച്, ഒരു പ്രതിഭയെക്കുറിച്ച് പഠനത്തിൽ തന്നെ നിഷേധിക്കുന്നതാണ്. ഒരാളെയും, ഒരു നേതാവിനെയും, ഒരു മനുഷ്യനെയും, ഒരു വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ 1-2 പ്രസ്താവന ചുരുക്കി എഴുതാൻ പറ്റില്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ അദ്ദേഹം മൊത്തത്തിൽ എടുത്തിട്ടുള്ള പങ്ക് എന്താണ്, അദ്ദേഹം നിർവഹിച്ചിട്ടുള്ള ദൗത്യം എന്താണ്, ആ നിലക്കാണ് വിലയിരുത്തേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ കേരളീയ ജീവിതത്തെ തന്നെ, കേരളത്തെ തന്നെ ഡിഫൈൻ ചെയ്യുന്നതിൽ, രൂപീകരിക്കുന്നതിലും നിർണ്ണയിക്കുന്നതിലും തൻ്റേതായ അത്യന്തം പ്രഹരശേഷിയുള്ള, അത്യന്തം ആഘാതശേഷിയുള്ള മുദ്ര പതിപ്പിച്ച വലിയൊരു മനുഷ്യൻ എന്ന് തന്നെ ആ മനുഷ്യനെ വിലയിരുത്തേണ്ടി വരും. വീരവണക്കം. ശരി നൗഫൽ, നിശ്ചയമായും VSനെ കുറിച്ച് ഭാവി തലമുറ പഠിക്കും, ഒരു ഗവേഷണം നടത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ പഠനവും ഗവേഷണവും ഇപ്പോൾ പാർട്ടിയുടെ വേലിക്കകത്ത് നിൽക്കാതെ VS സ്വന്തമായി സ്വയം ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളൊരു വേലി ഉണ്ടാക്കി അതിനകത്ത് നിന്ന VS ഒരു പാർട്ടിയിലൊരു തിരുത്തൽ ശക്തിയായി നിന്ന VSനെ ആയിരിക്കുമോ, അതോ അദ്ദേഹത്തിൻ്റെ ഈ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സാമൂഹിക വിഷയങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തെ ആയിരിക്കും കൂടുതൽ ഭാവി തലമുറ ഓർക്കുകയും പഠിക്കുകയും ചെയ്യുക? ശരിക്കും VS എന്ന് പറയുന്നത് ഒരു പോരാളിയാണ്. ശരിക്കും ഈ ഒരു പോരാട്ടത്തിൻ്റെ പോരാളിയുടെ പര്യായമായി VSൻ്റെ പേര് ഉപയോഗിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടങ്ങുന്നത് 4-ാം വയസ്സിൽ മുതലാണ്. 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു, 11-ാം വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു. പിന്നീട് ഒരു ജൗളിക്കടയിൽ തുണി വെട്ടി കൊടുക്കുന്ന ജോലി എടുത്തു, പിന്നീട് കയർ തൊഴിലാളിയായി. പിന്നീട് 17-ാം വയസ്സിൽ അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമായി മാറുകയാണ്. 17-ാം വയസ്സിൽ. പക്ഷേ 17-ാം വയസ്സിൽ അംഗമായ അദ്ദേഹം 82-ാം വയസ്സിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നത്. ആ ഒരു കാല വ്യത്യാസം നമ്മൾ നോക്കുകയും വേണം. കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ പറയുന്നത് ഈ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ജീവിതത്തിലുണ്ടായ അദ്ദേഹത്തിന് പോരാട്ടമുണ്ട്, പാർട്ടിയിൽ അദ്ദേഹത്തിന് പോരാടേണ്ടി വന്നിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്കുള്ള വലിയ പോരാട്ടം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ അദ്ദേഹത്തിന് ഭരണത്തിനിടയ്ക്കും പാർട്ടിയിലും അദ്ദേഹത്തിന് പോരാടേണ്ടി വരുന്നു. അങ്ങനെ ഏത് ഘട്ടത്തിലും അദ്ദേഹത്തിന് പോരാടേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് ആ പോരാട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് ഒരുവിധം വിജയം കൈവരിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരനെ എടുത്ത് നോക്കാം, പൊട്ടി വീഴുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ടല്ലോ.
പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് ഏറ്റവും നല്ല രാഷ്ട്രീയക്കാരനാകുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളിൽ എല്ലാം അനുഭവിച്ച് തികഞ്ഞ രാഷ്ട്രീയ നേതാവായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അടിസ്ഥാന വർഗം അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം പരുവപ്പെടുകയും അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് അത് ബോധ്യമാകുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുവർണ്ണകാലമായിട്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം 2001 മുതൽ 2006 വരെ പ്രതിപക്ഷ നേതാവായിരുന്ന ആ കാലഘട്ടമാണ്. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുമ്പോഴാണ് നമുക്കെല്ലാവർക്കും ഒരു ഊർജ്ജം കിട്ടുന്നത്. മുഖ്യമന്ത്രി അച്യുതാനന്ദൻ എന്ന് പറയാൻ എന്തോ ഒരു ചേരാത്ത പോലെയാണ് സത്യത്തിൽ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അന്നൊക്കെ വാർത്തയൊക്കെ വായിക്കുന്ന സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയ സമയത്തും നമ്മൾ പെട്ടെന്ന് അഭിസംബോധന ചെയ്യുക അല്ലെങ്കിൽ ആളെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ അറിയാതെ പറഞ്ഞു പോകും. കാരണം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറത്ത് വി.എസ്. അച്യുതാനന്ദൻ്റെ പേര് വരണം ഇന്ന് നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ എഴുതി വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പ്രതിപക്ഷ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് കൃത്യമായി ഈ പാർട്ടിക്കാരെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ കൃത്യമായി കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. കാരണം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏത് മലയുടെ ഉച്ചിയിലാണെങ്കിലും കയറിച്ചെന്ന്, ഈ പ്രായത്തിലും കയറിച്ചെന്ന് ആ കാര്യം കൃത്യമായി അറിഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ വളരെ സ്ഫുടമായി കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ച് മാധ്യമപ്രവർത്തകരെ മുഴുവൻ ബോധ്യപ്പെടുത്തി അടുത്ത ദിവസം അച്ചടിച്ച് വന്ന് അല്ലെങ്കിൽ ടി വിയിൽ വന്ന് ഈ വിഷയം കേരളം ഒട്ടാകെ ചർച്ച ചെയ്യിക്കാൻ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവും ഇന്നുവരെ കേരളത്തിലുണ്ടായിട്ടില്ല, ഒരു പക്ഷേ ഇന്ത്യയിലും ഉണ്ടായിട്ടില്ല. ആ ഒരു കഴിവ് അദ്ദേഹത്തിന് ആർജിച്ചെടുക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഈ പോരാട്ട വഴിയും ഈ അടിസ്ഥാന വർഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സിമ്പതിയും ഒക്കെയാണ്. അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും തുടർന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം വീണ്ടും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് നമുക്ക് പക്ഷേ പഴയ പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഒരു ഊർജ്ജവും ആർജവും നമുക്ക് അത്രത്തോളം കാണാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണല്ലോ അദ്ദേഹം മുഖ്യമന്ത്രിയായി അനുഭവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ എങ്ങനെയാണ് ഭരണതലത്തിൽ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ കൃത്യമായ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ അതിന് ശേഷം പ്രതിപക്ഷ നേതാവുമ്പോൾ അദ്ദേഹത്തിന് ആ പഴയ ആർജവും ഊർജ്ജവും ഒന്നും ഇല്ലാതിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ ഈ നേരത്തെ എത്ര വർഷം ടോട്ടൽ പ്രതിപക്ഷ നേതാവ്? 14 വർഷം. സത്യം പറയുകയാണെങ്കിൽ 19 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം ഭരണത്തിലിരിക്കുമ്പോഴും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മൈൻഡോട് കൂടിയാണ് കാര്യങ്ങൾ നോക്കി കണ്ടത്. അത് വലിയൊരു മാതൃകയാണ്. കാരണം ഇപ്പം ഹൈവേയുടെ കാര്യം പറഞ്ഞല്ലോ, ഹൈവേ 60 മീറ്റർ വേണമെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ ആവശ്യം. ഇദ്ദേഹം അത് 30 മീറ്റർ പറഞ്ഞു. പിന്നെ ഒരു സമവായം നിലക്ക് 45 മീറ്ററിലേക്ക് പോവുകയൊക്കെയാണ് ചെയ്തത്. 30 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ കാരണം? അത്രയും ആളുകളെ പിണക്കാതെ അല്ലെങ്കിൽ അത്രയും ആളുകളെ കുടിയൊഴിപ്പിക്കാതെ ഈ കാര്യം മുന്നോട്ട് പോകുമല്ലോ, നമുക്ക് ഹൈവേയിലൂടെ സഞ്ചരിച്ചാൽ മതിയല്ലോ, ഇത്രയും ആളുകളെ കഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു ചിന്ത മാത്രമാണ് അദ്ദേഹത്തെ അതിന് നയിച്ചത്. അതിനിടയ്ക്കൊരു മീഡിയൻ എന്തിനാണ് ഇത്ര വീതി എന്നൊക്കെ അദ്ദേഹത്തിന് വളരെ അശാസ്ത്രീയമായ ചോദ്യങ്ങളാണ്. പക്ഷേ അതുവരെ അദ്ദേഹം ചോദിക്കേണ്ടി വരുന്നത് ഈ ആളുകളെ ഇങ്ങനെ കുടിയൊഴിപ്പിക്കുക. കാരണം നമ്മുടെ ഇപ്പോഴുള്ള കുടിയൊഴിപ്പിക്കൽ ചിത്രമല്ലല്ലോ മുമ്പുള്ള ചരിത്രം. അന്നൊക്കെ കുടിയൊഴിപ്പിച്ചാൽ ഒരാൾക്ക് ഭൂമി കുടിയൊഴിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം ലഭിക്കാൻ കാലങ്ങൾ കാത്തിരിക്കണം. തുച്ഛമായ തുകയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെ ആയത്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൃത്യമായി അക്കാലത്തെ കാര്യം കൃത്യമായി അറിയുകയും അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ജനങ്ങളുടെ അടിസ്ഥാന വർഗത്തിന് എന്ത് ലഭിക്കുന്നു, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, അടിസ്ഥാന വർഗത്തിൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു നേട്ടം ഉണ്ടാക്കുന്നത് ഈ അടിസ്ഥാന വർഗത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. ഈ പ്രതിപക്ഷ നേതാവ് സുകുമാർ അഴീക്കോട് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്നുള്ളത്. അത് വളരെ കൃത്യമായിരുന്നു. ഓരോ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇപ്പം തന്നെ പാർട്ടികളെ തന്നെ കാര്യങ്ങൾ എടുത്തു. പാർട്ടിയിലും അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവാണല്ലോ. കാരണം 96-ലാണ് അദ്ദേഹം മാരാരിക്കുളത്ത് പരാജയപ്പെടുന്നത്, അല്ലേ? 96-ൽ മാരാരിക്കുളത്ത് പരാജയപ്പെടുമെന്ന് ആരും വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ തോൽപ്പിച്ചത് പാർട്ടി തന്നെയാണ് എന്ന് പിന്നീട് വ്യക്തമായി. പിന്നീട് 2001-ൽ അദ്ദേഹം മലമ്പുഴയിലേക്ക് മാറി. മലമ്പുഴ എന്ന് പറഞ്ഞാൽ CPM-ൻ്റെ കോട്ടയാണ്. 15,000-ൽ കുറഞ്ഞ വോട്ടിന് ആരും അവിടെ CPM-ൻ്റെ ആരും അവിടെ ജയിക്കാറില്ല. അവിടെ അദ്ദേഹം ജയിച്ചത് വെറും 4,000 സംതിങ് വോട്ടിനാണ്. വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ ജനകീയനായ പ്രതിപക്ഷ നേതാവും എല്ലാമായിരുന്ന അദ്ദേഹത്തെ ജയിപ്പിച്ചത് വെറും 4,000 വോട്ടിനാണ്. അപ്പോഴും ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയ ശ്രമങ്ങൾ നടന്നു. അതായത് അദ്ദേഹം നിലപാടുകളുടെ കാര്യത്തിൽ ഇത്രയും വ്യക്തതയോടുകൂടി സംസാരിക്കുന്ന വേറൊരു മനുഷ്യനില്ല. നിലപാടുകൾ അത് കൃത്യമായി പറയാനും അത് പ്രവർത്തിക്കാനും അത് നടപ്പിലാക്കാനുള്ള ആർജവും ധൈര്യവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞാൽ, വെള്ളാപ്പള്ളി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിക്കഴിഞ്ഞാൽ
അല്ലെങ്കിൽ വേറൊരു നേതാവ് കാന്തപുരം തന്നെ ആയിക്കോട്ടെ, കാന്തപുരം ഇങ്ങനെ പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ അതിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന് പാർട്ടികൾ നേതാക്കൾ ആലോചിക്കും. ഇങ്ങനെ നമ്മൾ വെള്ളാപ്പള്ളിക്കെതിരെ നമ്മൾ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ ഈഴവ വോട്ടുകൾ അകന്നു പോകുമോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ മറ്റൊന്നും ചിന്തിച്ചതിന് ശേഷം മാത്രമേ മറുപടി വരും. പക്ഷേ VS അങ്ങനെ ആയിരുന്നില്ല. VSന് കൃത്യമായി ആര് എന്ത് ചെയ്തു നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് പ്രഖ്യാപിക്കാൻ അദ്ദേഹം മടി കാണിച്ചിരുന്നില്ല. ഇപ്പം രമയുടെ വീട്ടിൽ ചെന്ന് ടിപ്പു ചന്ദ്രശേഖരൻ മരിച്ചതിന് ശേഷം രമയുടെ വീട്ടിൽ ആ തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോകാൻ അദ്ദേഹത്തിനൊരു കാരണമുണ്ടായിരുന്നു. നെയ്യാറ്റിങ്കര തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് പോകാൻ അദ്ദേഹത്തിന് കാരണമുണ്ടായിരുന്നു. അതായത് TP വധിക്കപ്പെട്ട ശേഷം അടുത്ത തിരഞ്ഞെടുപ്പിൽ CPM വിജയിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു സന്ദേശമാണ് അദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ആ സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം TPയുടെ വീട്ടിൽ അന്ന് പോയത്, രമയെ കണ്ടത്, അവരെ കയ്യിൽ കുട്ടിപ്പിടിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് നിലപാടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കാൻ, എവിടെയും വ്യക്തമാക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ട്. അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവിനെ നമുക്കിനി കിട്ടില്ല. ഒരു തർക്കമില്ല അങ്ങനെ കിട്ടും. ഇപ്പോൾ നമ്മൾ ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ വോട്ട് ബാങ്കിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കി മാത്രമാണ് പ്രതികരിക്കുകയും ചെയ്യുന്നത്. അപ്പം VSനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. നേരെ മറിച്ച് കൃത്യമായി നിലപാട് പറയുക, അത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പരിസ്ഥിതി രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തിയ അദ്ദേഹമാണ്. വികസന വിരോധി എന്നുള്ള പേര്, വികസന വിരുദ്ധൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം ഇതാണ്. ഈ ഹൈവേയുടെ കാര്യത്തിലായാലും മറ്റ് കുടിയൊഴിപ്പിക്കലുടെ കാര്യത്തിലായാലും ഒക്കെ ഇത്തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ നിലപാടാണ് അതിനുള്ള കാരണം. പക്ഷേ പിന്നീട് ഇപ്പം പ്രളയം വന്ന സമയത്തൊക്കെ പലരും ആ സമയത്ത് പറയുകയുണ്ടായി, അന്ന് ഈ പരിസ്ഥിതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കുറിച്ചൊക്കെ അന്ന് ആളുകൾ വീണ്ടും എടുത്തു പറയുകയുണ്ടായി. നമ്മൾ പരിസ്ഥിതിയെ മറന്നുകൊണ്ടുള്ള വികസനം പാടില്ല എന്നുള്ളതൊക്കെ ആളുകൾ പറയുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പിന്നീട് വാഴ്ത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വികസന വിരോധി എന്ന് പറയുമ്പോൾ തന്നെ അക്കാലത്ത് ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് ഇതിനൊക്കെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇക്കാലത്ത് ഇപ്പോൾ നടക്കുന്ന ദ്രുതഗതിയിലുള്ള വികസനവും ആയിരുന്നില്ല അക്കാലത്ത്. കേരളത്തിൽ മാത്രമല്ല ഒരു സംസ്ഥാനത്തും അങ്ങനെ ആയിരുന്നില്ല. ആ കാലത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വികസന പത്രങ്ങളിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അടിസ്ഥാന വർഗ്ഗത്തിന് എന്ത് കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ഓരോ വികസന ഘട്ടത്തിലും ആലോചിച്ചിരുന്നത്. അത് അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. അത് അവസാന കാലഘട്ടം വരെ അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നിരുന്നു, സത്യമാണ്. ഏതായാലും ഒരു പോരാളി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് VSനെ കേരള ജനതയും മൊത്തം എല്ലാവരും അദ്ദേഹത്തെ ആ രീതിയിലായിരിക്കും അദ്ദേഹത്തെ എടുക്കുക. ആ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയത്. എല്ലാവർക്കും ആ ഒരു എന്താ പറയുക, VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് VS എന്നുള്ള ആ ഒരൊറ്റ പേര് മാത്രമാണ് എല്ലാവരും മനസ്സിലുണ്ടാവും. ശരി, അങ്ങനെ VSൻ്റെ കാര്യത്തിൽ അനുകൂലിക്കാവുന്നതും പ്രതികൂലിക്കാവുന്നതുമായ പല തലങ്ങളുണ്ട്. അതിപ്പോൾ ചെറിയൊരു സമയം കൊണ്ടൊന്നും പറഞ്ഞാൽ തീരുന്ന സംഗതിയല്ല. എല്ലാറ്റിനും അപ്പുറത്തേക്ക് ഇപ്പോൾ ആശാസമരത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വിദ്വേഷം പറയുമ്പോഴൊക്കെ VS ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നത് കൗതുകം നിറഞ്ഞ പ്രസക്തമായ ഒരു ആകാംക്ഷ തന്നെയാണ്. ആകാംക്ഷയെല്ലാം ബാക്കിയാക്കിയാണ് ഇപ്പോൾ VS മടങ്ങുന്നത്.